ദൈവത്തിൻ്റെ ആത്മാവ് പോലെ നമുക്ക് തോന്നും, നമുക്ക് ഒട്ടും സംശയം വരത്തില്ല. ഇന്ന് സഭകളുടെ ഒരു വലിയ പ്രശ്നം ടു മച്ച് ഓഫ് അവർ ഓൺ ഐഡിയാസ്. നമ്മുടെ ഒത്തിരി ആശയങ്ങളാണ് സഭയ്ക്കകത്ത് നമ്മൾ നടപ്പാക്കുന്നത്. ഒരു പാസ്റ്റർ എന്ന് പറയുമ്പോൾ അയാളായിരിക്കും ചിലപ്പോൾ ഒരു സഭ തുടങ്ങിയത്, അല്ലെങ്കിൽ ദൈവം ഒരു സഭ തുടങ്ങാൻ ഒരാളെ ഉപയോഗിക്കും. അദ്ദേഹത്തിന് കുറേ ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്കും കുറേ ഐഡിയാസൊക്കെ ഉണ്ടാവും. പക്ഷെ പ്രശ്നം ദൈവസഭയ്ക്കകത്ത് ഈ മനുഷ്യൻ്റെ ആശയങ്ങൾ വന്നാൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇറ്റ് ബി ടു ലെസ് ഓഫ് ഗോഡ്സ് തോട്ട്സ്. ദൈവം എന്താണ് ചിന്തിക്കുന്നത്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ അത് കേൾക്കാനോ അതറിയാനോ അതനുസരിച്ച് മുന്നോട്ട് പോകാനോ നമ്മൾ മനസ്സ് വയ്ക്കുന്നതിലും ഉപരി മനുഷ്യൻ്റെ ആശയങ്ങളും താല്പര്യങ്ങളും നമ്മൾ സഭയ്ക്കുള്ളിൽ നടപ്പാക്കും. ഈ ദിവസങ്ങളിൽ സഭയോട് ദൈവം തരുന്നൊരു വാണിംഗ് ആണ്, നിങ്ങളുടെ ആശയങ്ങളല്ല സഭയിൽ നടപ്പാക്കേണ്ടത്, എനിക്ക് ചില ചിന്തകളുണ്ട് നിങ്ങളെക്കുറിച്ച്. ചില വാക്യങ്ങൾ അതിനുവേണ്ടി വായിക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9 മുതൽ 12 വരെ. 1 Corinthians chapter 2, 9-12. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9 മുതൽ 12 വരെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്കായി നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. എത്ര പേർക്ക് ഈ വാക്യം അറിയാം? ഇതിൻ്റെ ആദ്യ വാക്യത്തിൻ്റെ ഒരു ഭാഗം നമുക്കറിയാം. എന്താണ്? ഒരു കണ്ണും കണ്ടിട്ടുമില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചുമ്മാ പോലും തോന്നിയിട്ടില്ല. തീർന്നു, നമ്മുടെ ആ വാക്യത്തെക്കുറിച്ചുള്ള അറിവ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ആ വാക്യം ഒന്ന് ഒന്ന് വായിച്ചേ, ഒന്ന് നിർത്തി വായിക്കുമ്പോൾ എന്തുമാത്രം അർത്ഥം അതിനകത്ത് കിടക്കുന്നു. എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, അതായത് ദൈവം സ്നേഹിക്കുന്നവർക്കല്ല ഒരുക്കിയിട്ടുള്ളത്, തന്നെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, അതിന് സംശയമൊന്നും വേണ്ട, അല്ലേ? ഗോഡ് ലവ്സ് ഓൾ, ഗോഡ് ഈസ് ലവ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പൗലോസ് പറയുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. നമുക്ക് നമ്മുടെ പ്രശ്നം എന്താ? നമുക്കും ഇതുപോലെ തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്നവരല്ല, നമുക്ക് നമ്മോട് തന്നെ സ്നേഹമുള്ളൂ, അല്ലേ? അവിടെ ദൈവം മാറ്റിക്കളയണം. നമുക്ക് തന്നെ മാത്രമേ സ്നേഹമുള്ളൂ. ഇതല്ല, നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ചിലത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ചിലത്, അല്ലേ? പക്ഷെ ആ ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല. ഒരു കണ്ണ് നേരത്തെ കണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ്. പക്ഷേ ക്രിസ്തീയ ജീവിതം വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല, അല്ലേ? അപ്പം ഒരു കണ്ണും കണ്ടിട്ടില്ല. അടുത്തത് ചെവി കേട്ടിട്ടില്ല, ആരും ഇത് പറഞ്ഞു കേട്ടിട്ടുമില്ല. അടുത്തത് ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എവിടെ അത് എഴുതിയിരിക്കുന്നത്? അസൈൻമെൻറ്റ് തരാം. നിങ്ങൾ എല്ലാം ഇവിടെ നിന്ന് നോട്ട് എഴുതിക്കൊണ്ട് പോയാൽ പറ്റത്തില്ലല്ലോ. ഒന്ന് കണ്ടുപിടിക്കുക, ഇതെവിടാണ്, ഇത് എവിടുത്തെ കോട്ടാണ് പൗലോസ് എടുത്ത് എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ പലയിടത്തും പുതിയ നിയമത്തിൽ അല്ലേ ഉദ്ധരണികളുണ്ട്, എവിടെന്നെങ്കിലും പഴയ നിയമത്തിൽ നിന്ന്. എവിടെന്നാ? യെശയ്യാവിലാണെന്ന് മനസ്സിലായി. അത്രയും ക്ലൂ തരാം, ബാക്കി നിങ്ങൾ വീട്ടിൽ പോയി കണ്ടുപിടിച്ചു കൊള്ളുക. ഓക്കെ, 10-ാം വാക്യം. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? ഇത് നമ്മൾ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, പക്ഷെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എങ്ങനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു? അവൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനി ആത്മാവ് എന്ത് ചെയ്യുന്നു? സകലത്തെയും ആരായുന്നു. നമ്മുടെ പ്രശ്നം, വി ഡോണ്ട് നോ എവറിത്തിങ്, അല്ലേ? വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. ബട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇൻസൈഡ് ഓഫ് us, ഹീ ഹെൽപ്സ് us
അല്ലേ? നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് സകലത്തെയും ആരായുന്ന പരിശുദ്ധാത്മാവായതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. അല്ലേ? ഹീ മേക്സ് മീ അണ്ടർസ്റ്റാൻഡ് തിങ്സ് ബെറ്റർ ദാൻ ഐ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് പിടി കിട്ടുന്നില്ല, കണ്ടിട്ടൊന്നും പിടി കിട്ടുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അതെനിക്ക് മനസ്സിലാക്കി തരും. ഇനി അവിടെ ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു, ദ ഡെപ്ത്സ് ഓഫ് ഗോഡ്. പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ആഴങ്ങൾ എന്നുള്ളൊരു ആശയം പോലും നമുക്ക് മനസ്സിലാകത്തില്ല. ആ ആഴത്തിലോട്ട് നമ്മൾ പോയിട്ടേ ഇല്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവസഭയോട് ദൈവം തൻ്റെ ആത്മാവിനാൽ തൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന ആളുകളാണ്. ഇപ്പം തന്നെ ഈ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇന്ന് രാവിലെ ഇവിടെ ആരോ പറയുന്നുണ്ട്, ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കയറി തുടങ്ങിയും പോയി. ഇപ്പോൾ എന്തായി, ഇത് എങ്ങനെ ഒന്ന് നിർത്തണമെന്നും അറിയത്തില്ല, ഇത് എവിടെ കൊണ്ട് നിർത്തണമെന്നും അറിയത്തില്ല, എന്ത് അവസാനം ആയി തീരണമെന്നും അവർക്കറിയത്തില്ല. എന്തോ അങ്ങ് പോവുകയാണ് എല്ലാവരും കൂടി. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എന്താണ് ലോകത്ത് സംഭവിക്കുക? ഇതിലൂടെയൊക്കെ ഒടുവിൽ എന്തായിത്തീരും, അല്ലെങ്കിൽ വാട്ട് ഡസ് ഗോഡ് വോണ്ട് ടു സീ ഹാപ്പനിങ് എന്നുള്ളതിനെക്കുറിച്ച് വല്ല പിടിയും നമുക്കുണ്ടോ? നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ ലോക സംഭവങ്ങളെ നമ്മൾ ചരിത്രം വെച്ചോ ഈവൻ ശാസ്ത്രം വെച്ചോ അല്ല അപഗ്രഥിക്കേണ്ടത്. ലോകത്ത് നമ്മൾ നടക്കുന്ന സംഭവങ്ങളെപ്പോഴും ദൈവവചനം വെച്ച് എന്ത് ചെയ്യണം? ഒന്ന് അപഗ്രഥിച്ചു പഠിക്കണം. അങ്ങനെയെങ്കിൽ അത് വെച്ച് പഠിക്കുന്നവർക്ക് ഇന്ന് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാകും. ഞാനും ഇച്ചിരി ഒരു താല്പര്യം എനിക്കും കയറിയിട്ടുണ്ട്, പക്ഷേ ഞാനിവിടെ കൊണ്ട് വിളമ്പുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാര്യം. ഞാൻ ഈ ദിവസങ്ങളിൽ ശരിക്കും ഒന്ന് പഠിച്ചു നോക്കുമ്പം ഐ എം ഓൾസോ ഇൻട്രസ്റ്റഡ്. എന്താണെന്നറിയാമോ, ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു 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 പാറ്റേണിലോട്ട് തിരിയുക. ഒടുവിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്നൊന്നായി നിറവേറും. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 10 വർഷം മുമ്പ് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയത്തില്ല, 25 വർഷം മുമ്പ് നമുക്കൊന്നും പിടികിട്ടത്തില്ല, 50 വർഷം മുമ്പ് നമ്മുടെ അപ്പച്ചന്മാർക്ക് ഒന്നും പിടിയില്ല. പക്ഷെ ഇതിൽ നിന്ന് ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ പ്രവചനാത്മാവിൽ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പുസ്തകങ്ങളും മറ്റു എഴുത്തുകളും ഉണ്ട്, അല്ലേ? അന്ന് അവർക്ക് തന്നെ ഇത് വ്യാഖ്യാനിക്കാൻ അറിയത്തില്ല. പക്ഷേ അവർ പ്രാർത്ഥനയിൽ അവർക്ക് കിട്ടിയ വെളിപ്പാട് അവരെന്ത് ചെയ്തു? അവരെഴുതി വെച്ചു. അതിനന്ന് തെളിയിക്കാൻ അവരുടെ ഒന്നുമില്ലായിരുന്നു, അല്ലേ? പക്ഷേ ഇന്ന് കുറച്ചുകൂടെ എളുപ്പമായി. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന പല സംഗതികളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ തെളിവാണ്. കാരണം ഇത് പറഞ്ഞിരിക്കുന്നതൊക്കെ ശരിയായി വരുന്നു. അങ്ങനെയെങ്കിൽ ഈ വചനം സത്യമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഈ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ നിവൃത്തിയും കൂടെയാണ്. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബോംബ് വീഴുന്നോ, മിസൈൽ വീഴുന്നോ, ഡ്രോൺ പോകുന്നോ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫലങ്ങൾ, അനന്തര ഫലങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അൺഇമാജിനബിൾ, നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തതിനപ്പുറമായിരിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ ഇതിൻ്റെ സമ്മേഷൻ, ഇതിൻ്റെ ഒടുവിൽ ഇത് ഏതിലേക്കാണ് ഇത് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ദൈവം നമുക്ക് മനസ്സിലാക്കി തരേണ്ടത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക, ദൈവം കാണിച്ചു തരും എന്തിലേക്കാണ് ലോകം പോകുന്നത്, ഇതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ സമയത്ത് ദൈവസഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ഇത് നമ്മൾ ചിന്തിക്കണം വരും. അത് മനസ്സിലാക്കി കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ പുറകെ ഓടുകയല്ല വേണ്ടിയത്. ദൈവവചനം നിങ്ങൾ പ്രാർത്ഥനയോടെ വായിക്കുക, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആഴങ്ങളെപ്പോലും എന്ത് ചെയ്തും ആരാഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. 11-ാം വാക്യം, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? ശരിയാ. ഇപ്പം ഞാനെന്ന് പറഞ്ഞൊരു ആത്മാവാണ് എന്തൊക്കെ പറഞ്ഞാലും, അല്ല, ഞാനൊരു ശരീരത്തിൽ വസിക്കുന്നതല്ലേ ഉള്ളൂ, ഞാനൊരു ആത്മാവാണ്. അപ്പം എൻ്റെ ഉള്ളിലുള്ളത് എനിക്കറിയാം. പക്ഷേ ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിലുള്ളത് ദൈവാത്മാവിനറിയാം, അല്ലേ? ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് നോസ് എവ്രിതിങ് എക്സാക്ട്ലി വാട്ട് ഈസ് ഇൻസൈഡ് ഓഫ് ഗോഡ്. പക്ഷേ അത് നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതിൻ്റെ അർത്ഥം ഇവിടെ 2 ആത്മാക്കൾ പറയുന്നു. ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, അടുത്തത് ലോകത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡ്. എൻ്റെ ചോദ്യം, നമ്മൾ ഈ ലോകത്തിൻ്റെ ആത്മാവിനനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ഇന്ന് സഭയ്ക്കുള്ളിൽ പോലും വ്യാപരിക്കുന്ന ഒരു ആത്മാവ് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആത്മീയരെന്ന് പറയുന്നവർ പോലും അറിയാതെ വഞ്ചിക്കപ്പെട്ട് ഈ ലോകത്തിലുള്ള ആത്മാവ് ആണ് പലപ്പോഴും നയിക്കുന്നത്. ഈ ലോകത്തിലുള്ള ആത്മാവ് ഭയങ്കരമായിട്ട് ദൈവാത്മാവ് പോലെ മാസ്കുറേഡ് എന്നൊരു വാക്കുണ്ട്. എന്താണ് എന്താണ് പറയുന്നത് മലയാളം വാക്ക്? വ്യാജം എന്നുള്ള അർത്ഥത്തിലല്ല, കവർ ചെയ്ത് വരും.
പൊതിഞ്ഞു, അല്ല താൻ വിളിച്ച ദൂതൻ എന്താ വേഷം മാറി വരുമെന്ന് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ആത്മീയമെന്ന് തോന്നും അല്ലേ. ലോകത്തിൻ്റെ ആത്മാവ് ഇന്ന് പലയിടത്തും ഞാനൊരു പ്രവചനം പറയുന്ന പോലെ നിങ്ങൾ കേട്ടോ. ദൈവത്തിൻ്റെ ആത്മാവ് പോലെ നമുക്ക് തോന്നും, നമുക്ക് ഒട്ടും സംശയം വരത്തില്ല. ഇറ്റ് സൗണ്ട്സ് വെരി സ്പിരിച്വൽ, ലുക്സ് വെരി സ്പിരിച്വൽ. ഇനി അത് സ്ക്രിപ്ചറിലാണോ നമ്മൾ തിരക്കാനേ പോകാറില്ല, പക്ഷേ ഇത് സ്ക്രിപ്ചറിലും ആണെന്ന് തോന്നും. പക്ഷേ അത് ലോകത്തിൻ്റെ ആത്മാവാകാം. ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ലോക സംഭവങ്ങളെയൊക്കെ വെച്ച് പലരും അങ്ങ് വ്യാഖ്യാനിക്കുക. പക്ഷേ എല്ലാ വ്യാഖ്യാനങ്ങളും ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുള്ള വ്യാഖ്യാനമൊന്നും അല്ല. പലപ്പോഴും നമ്മൾ ലോകത്തിൻ്റെ ആത്മാവിൽ ഒത്തിരി വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് നമുക്കിത് വ്യാഖ്യാനിച്ച് തരും. എന്താണ് ഇത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ചുറ്റുമുള്ള ചില സംഭവഗതികളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കി തരും. നമ്മൾ പുറത്തെന്ത് സംഭവിക്കുന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്, ഇത് മനസ്സിലാകണോ ആദ്യം അല്ലേ. ഇതാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ ചില ഉപമകളോ കഥകളൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇപ്പം ഇത് വായിച്ചു വരുമ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം തന്നെ നോക്ക്, ഇറാനി നോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറാനിൽ നടക്കുന്നതല്ല മനസ്സിലാക്കി തരുന്നത്, ഇത് മനസ്സിലാക്കി തരിക അല്ലേ. അങ്ങനെ ആയിരിക്കണം ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്ന ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് നമുക്ക് കാര്യങ്ങളെ ബോധ്യമാക്കി തരും. ഇനി ഒരു കാര്യം കൂടെ, അടുത്ത യെശയ്യാ പ്രവചനത്തിലേക്ക് വന്നേ. 55 ഞാൻ പറഞ്ഞ ഇച്ചിരി ഒരു ബോറൻ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് തോന്നും, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഐസയ 55, 8 and 9, യെശയ്യാ 55 8 9. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളും അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇത് പഴയ നിയമത്തിൽ പ്രവാചകനിലൂടെ ദൈവം അറിയിക്കുന്നെങ്കിൽ ഇന്ന് ദൈവസഭയോടും ഇത് തന്നെയാ ദൈവം പറഞ്ഞത്. എന്താണെന്നറിയാമോ? Your ways are not my ways. The ways of today's church is not my ways. ഇന്ന് സഭയുടെ വഴികൾ, സഭ നടക്കുന്ന വഴികൾ എൻ്റെ വഴികളല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സഭയിൽ നടക്കുന്ന പല വഴികളും ദൈവത്തിൻ്റെ വഴികളല്ല. ഇതല്ല ദൈവത്തിൻ്റെ വഴികൾ. ഇങ്ങനെ ആയിരുന്നില്ല മുമ്പ് സഭയിൽ ദൈവത്തിൻ്റെ വഴികൾ. ഇന്ന് നമ്മൾ എവിടെ നിന്നോ ഒരുപക്ഷെ വിദേശത്ത് നിന്ന് കണ്ടുപഠിച്ചതോ എന്തൊക്കെയോ ആണ് നമ്മൾ പകർത്താൻ നോക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് വെസ്റ്റേൺ ഐഡിയാസ് അല്ല നമുക്ക് വരേണ്ടത്. നമുക്ക് വരേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് എന്തു പറയുന്നു ദൈവസഭയോട്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പക്ഷേ ചെവി ഉണ്ടായിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ കേട്ട പോലെ പാമ്പിന് ചെവിയില്ല, പക്ഷേ വളരെ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞ പോലെ ഈ ദിവസങ്ങൾ നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. വാട്ട് ഈസ് ദ സ്പിരിറ്റ് ടെല്ലിംഗ് ടു ദ ചേർച്ച്? എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴി, നിങ്ങളുടെ വഴി എൻ്റെ വഴിയുമല്ല. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല. യുവർ വേസ് ആൻഡ് യുവർ തോട്ട്സ് അല്ലേ? അതെ, യുവർ തോട്ട്സ് ഇറ്റ്സ് നോട്ട് മൈ തോട്ട്സ്. യുവർ വേസ് ഇറ്റ്സ് നോട്ട് മൈ വേസ്. ഇനി 9-ാം വാക്യം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അതായത് ദൈവം പറയാ, നിങ്ങളുടെ വിചാരങ്ങളും വഴികളെ ഇങ്ങനെ ഇരിക്കുന്നു, പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങളും വഴികളും ഉണ്ടല്ലോ, അത് ഉയർന്നതാ. എത്ര ഉയർന്നത്? നമുക്കിവിടെ മാക്സിമം മുകളിലോട്ടൊക്കെ ഈ സീലിങ്ങേ കാണത്തുള്ളൂ. ഇതെത്ര അടിയുണ്ട്? പക്ഷെ ദൈവം പറയാ, ആകാശം ഭൂമിക്ക് മീതെ എത്ര ഉയർന്നിരിക്കുന്നതെന്നറിയാമോ? ഈ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ, അതൊരു എന്താ പറഞ്ഞാൽ, അതൊരു അങ്ങനെ പറയുന്നെങ്കിലും അതിൻ്റെ അർത്ഥം നമുക്കത് ഒരിക്കലും അളക്കാൻ കഴിയത്തില്ല എന്നാണ് അല്ലേ. അങ്ങനെയെങ്കിൽ അതുപോലെയാണ് എനിക്കും എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് കുറച്ച് വിചാരങ്ങളുണ്ട്, നമുക്ക് കുറച്ച് വഴികളുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ വഴികളും വിചാരങ്ങളുമാണെന്ന് അങ്ങ് അസ്യൂം ചെയ്ത് അല്ലേ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് അങ്ങ് പോവുക. അങ്ങനെ നമ്മളങ്ങ് ശീലിച്ചു. ഒന്ന് നിങ്ങളുടെ കണ്ണുകളൊന്ന് തുറക്കണം പ്രിയപ്പെട്ടവരെ. കണ്ണുകൾ ഉറങ്ങുന്നവരെല്ലാം ഒന്ന് കണ്ണ് തുറന്നാട്ട്. ഈ ദിവസങ്ങളിൽ സഭയുടെ നിദ്ര, അത് ഫിസിക്കലി ഇരുന്ന് ഉറങ്ങുന്നവരും കണക്കാ അല്ലേ, അല്ലാതെ ഉറങ്ങുന്നവരും കണക്കാ.
കാര്യം ഈ ദിവസങ്ങളിൽ സഭയുടെ ഉറക്കമൊന്ന് ഉണർന്ന് കണ്ണൊന്ന് തുറന്നാലുണ്ടല്ലോ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വഴികൾ അതൊന്ന് മനസ്സിലാക്കുവാൻ, അതൊന്ന് കാണുവാൻ നമ്മുടെ കണ്ണൊന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ, എനിക്കറിയാം, ഞാൻ ഈ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുമ്പം അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഈ അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചു വന്ന് അടിക്കുന്നത് പോലെ ഒന്ന് അടിക്കുന്നുണ്ട്. അതടിക്കുമ്പോൾ എനിക്കറിയാം ദാറ്റ് ഈസ് ഫ്രം ഗോഡ്. അല്ലാതെ ഒരു ഓളത്തിനിങ്ങനെ ഒഴുകിപ്പോയാൽ അത് കൊള്ളാം, പക്ഷെ അതല്ല. കാരണം വാട്ട് ഗോഡ് ഈസ് ടെല്ലിങ് ദീസ് ഡേയ്സ്, യുവർ വേയ്സ് ആർ നോട്ട് മൈ വേയ്സ്, യുവർ തോട്ട്സ് ആർ മൈ തോട്ട്സ്. I want you to differentiate between your ways and my ways. How high is it? You can't even imagine. ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്രയ്ക്കാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വഴികളെക്കുറിച്ച് എൻ്റെ ഒരു ചിന്തയുണ്ട്. അത് വളരെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല. അങ്ങനെ ദൈവം കാണുന്നത് പോലെ. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവം നിൻ്റെ വഴി എന്താ, എന്നെക്കുറിച്ച് നീ എന്താണ് വിചാരിക്കുന്നത്, അത് ദൈവാത്മാവ് മനസ്സിലാക്കി തരുമെന്നായിരിക്കുന്നത്, അല്ലേ? അത് ലോകത്തിൻ്റെ ആത്മാവല്ല മനസ്സിലാക്കി തരേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെട്ടിരിക്കുകയാണോ? ഒന്ന് പറയട്ടെ, ലോകത്തിൻ്റെ ഒരു ആത്മാവ് നിങ്ങളോട് പറയും നിങ്ങളുടെ മകൻ ഇത്രയെങ്കിലും പഠിച്ച് ഇത്രയെങ്കിലും ലോകത്തിലാകണം, നിങ്ങളുടെ മകൾ ഇങ്ങനെയൊക്കെ പഠിച്ചാവണം. അത് ലോകത്തിൻ്റെ ആത്മാവ് പറയുന്ന വഴിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പറയുന്ന ദൈവത്തിൻ്റെ വിചാരം നിങ്ങളുടെ മകനെയോ മകളെയോ കുറിച്ചുള്ളത്, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന എന്തായിരിക്കും? അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അതുപോലെ ആയിരിക്കാം നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ചില വിചാരങ്ങളുണ്ട്, പക്ഷേ അതിനേക്കാട്ടിലും എത്രയോ ഉന്നതമാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ. ഓരോ സഭയെക്കുറിച്ച്, ഒരു സമൂഹത്തെക്കുറിച്ച്, ഒരു ദേശത്തെക്കുറിച്ച് ഒക്കെ ദൈവത്തിന് വിചാരമുണ്ട്. ഇന്ത്യയിലെ ദൈവസഭയെക്കുറിച്ച് ദൈവത്തിന് ചില വിചാരങ്ങളുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. നാളെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ സഭകൾക്ക് ഒരു മാതൃകയായി ഭാരതത്തിലെ സഭയെ ദൈവം ഉയർത്തി കാണിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എത്രയോ വർഷമായിട്ട് പറയുന്നൊരു ദൂതാണ്. അങ്ങനെയെങ്കിൽ അതിനനുസരിച്ച് ദൈവസഭ ഒന്ന് ഉണർന്നൊന്ന് എഴുന്നേൽക്കുമെങ്കിൽ അത് മാത്രം മതി. അതൊന്ന് സഭ വിശ്വസിച്ചാൽ മതി, അല്ലേ? അത് സഭയൊന്ന് വിശ്വസിച്ച്, ഭാരതത്തിലെ സഭ അതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുത്താലുണ്ടല്ലോ, ലോകത്തിലുള്ള രാജ്യങ്ങൾക്ക്, അവിടെയുള്ള സഭകൾക്ക് ഒരു മാതൃകയായി ഭാരതത്തിലെ സഭ മാറും. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരുപക്ഷെ പൊളിച്ചു കളയേണ്ടതിനെ പൊളിച്ചു കളയും ദൈവം, ഇടിച്ചു കളയേണ്ടതിനെ ഇടിച്ചു കളയും, നിർമൂലമാക്കേണ്ടതിനെ നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കും. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യും? ഒന്ന് പുതിയത് നടും, അല്ലെങ്കിൽ പുതിയതൊന്ന് പണിയും. ഇതെവിടെയാണ് ഈ വാക്യം എന്നറിയാമോ? യെരമ്യാ പ്രവചനം 1-ാം അധ്യായം 10-ാം വാക്യം വായിച്ച് നോക്കിയാൽ അറിയാം, അല്ലേ? ചിലതിനെ ദൈവം എന്ത് ചെയ്യും? ഇടിച്ച് കളയും, ചിലതിനെ അങ്ങ് പൊളിച്ച് കളയും, ചിലതിനെ അങ്ങ് പിഴുതങ്ങ് കളയും. ഇതെവിടെ വേണ്ട, അല്ലേ? ചിലതിനെ വേരോടെ പിഴുതങ്ങ് കളയും. എന്നിട്ട് പുതിയത് ദൈവത്തിൻ്റെ ആ ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സ്വപ്നത്തിൽ ചിലത് അവൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ ഇന്ന് എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും? പുതിയ നിയമത്തിലേക്ക് വരാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. 1 John chapter 4, 5 and 6. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ദൈവസഭയെന്ന് നമ്മൾ പേര് പറയുന്നു, പക്ഷേ ദൈവസഭയ്ക്കകത്തിരിക്കുന്ന നമ്മൾ ആരായിട്ടിരിക്കുന്നു? ലൗകികർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്, അല്ലേ? ഈ ലോകക്കാരായിട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്തായി സംസാരിക്കുന്നത്? ലോകക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. എന്നിട്ട് ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ അടുത്ത വാക്യം, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു. അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇന്ന് സഭയോട് ദൂത് വിളിച്ച് പറയുമ്പം പലരും ഏറ്റെടുക്കുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ ആത്മീയരെന്ന് ചിന്തിക്കുന്ന പലരും ലൗകികരാണ്. അവർ കേൾക്കുന്നത് ലോകത്തിൻ്റെ വാക്കുകളാണ്. ഇതിനിടയ്ക്ക് ദൈവത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും അത് അവർക്ക് ഭോഷത്വമായിട്ട് തോന്നുന്നു. ഇത് നമ്മൾ ബൈബിളിൽ പ്രത്യേകിച്ച് സഭയുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ അറിയാം, അവിടെയെല്ലാം അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. എവിടെയൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഭോഷത്വമെന്നാണ് മനുഷ്യർ കണ്ടെത്തിയത്
അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെയെല്ലാം ശരിക്കും ദൈവപ്രവൃത്തി അങ്ങനെയുള്ളിടത്തെ വെളിപ്പെട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അടുത്തത്, ദൈവത്തിൽ നിന്ന് അല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ഇത് ഒരു അപ്പോസ്തലനായി പറയുന്നത്. ഇത് അപ്പോസ്തലൻ ആരോടാ പറയുന്നത്? ദൈവസഭയോടാ പറയുന്നത്, അല്ലാതെ ജാതികളോടാണ് വിളിച്ചു പറയുന്നത്, അല്ലല്ലോ. അപ്പം അപ്പോസ്തലന്മാരുടെ കാലത്ത് അവരുടെ ഒരു വലിയ കൺഫ്യൂഷനാണ്. ദൈവത്തിൽ നിന്നുള്ള ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല. കാര്യം എന്താ? നിങ്ങൾ ലോകത്തിൻ്റെ ആത്മാവിനാലാണ് കാര്യങ്ങളെ കണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആത്മീയരാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ഞങ്ങളുടെ വാക്ക് നിങ്ങൾ കേൾക്കും. ഇന്നത്തെ സഭയുടെ അവസ്ഥ ഇത് തന്നെയാണ്. 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ന് സഭയുടെ അവസ്ഥ ഇതാ. ദൈവത്തിൽ നിന്നുള്ള വാക്ക് കേട്ട് അത് മനസ്സിലാക്കാനുള്ളൊരു ജ്ഞാനം ദൈവസഭയിലുള്ള ലൗകികരായ മനുഷ്യർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്താണ് ഇതിനകത്ത് മാറ്റം വരേണ്ടത്? ഈ ലൗകികരായ നമ്മൾ ആത്മീയരായിട്ട് മാറണം പ്രിയപ്പെട്ടവരെ. സഭയെന്ന് പറഞ്ഞാൽ ലൗകികരുടെ ഒരു കൂട്ടമല്ല, അല്ലേ? ആത്മീയരെന്ന് പറഞ്ഞാൽ ആത്മീയരുടെ വേഷം കെട്ടുന്നൊരു കൂട്ടമല്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവരാണ് ആത്മീയരെന്ന് ഞാൻ പറയും. എത്ര പേര് വിശ്വസിക്കുന്നു? ദോസ് ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. യു ആർ ദ സ്പിരിച്വൽ വൺസ്. കാരണം there are other people. ഏതാ? ദ പീപ്പിൾ ഓഫ് ദ വേൾഡ്. ലൗകികരെന്നൊരു കൂട്ടരുണ്ട്. അവർ പ്രാപിച്ചിരിക്കുന്ന ഏതാ? ലോകത്തിൻ്റെ ആത്മാവിനെയാണ്, അല്ലേ? ലോകത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച, അല്ലെങ്കിൽ ആ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടം ഇന്ന് സഭയ്ക്കുള്ളിലുണ്ട്. അതിൽ നിന്നൊരു വ്യത്യാസം നമുക്ക് കാണണം. കർത്താവേ, ഞാൻ ഈ ലോകത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ഞാനൊരു ലൗകികനായിട്ട് ജീവിക്കരുതപ്പാ, ഞാനൊരു ആത്മീയനായിരിക്കണം. ആത്മീയനെന്ന് എങ്ങനെ എനിക്ക് പറയാൻ കഴിയും? ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്തു? എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നു, അല്ലേ? ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് ദ തിങ്സ് ഓഫ് ഗോഡ്, അല്ലേ? ഞാൻ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളല്ല പിന്നീട് ചിന്തിക്കുന്നത്, ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കും. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്ര പേരും മടങ്ങി വരും പ്രിയപ്പെട്ടവരെ? ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ വാക്കുകൾ ഈ ദിവസങ്ങളെ കുറയ്ക്കുക ഒത്തിരി. ഹൗ മെനി ഓഫ് യു വിൽ സേ, ലോർഡ് മേക്ക് മീ എ സ്പിരിച്വൽ പേഴ്സൺ? സ്പിരിച്വാലിറ്റിക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്താൽ നമുക്കൊരു റോങ് സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ചില വാക്കുകളുടെ അർത്ഥമോ അല്ലെങ്കിൽ ചില എന്തായാലും ഇപ്പോൾ ഡിക്ഷണറി, പണ്ട് ഡിക്ഷണറി പോയി വാക്കിൻ്റെ അർത്ഥം നോക്കി. ഇപ്പോൾ ആരും ഡിക്ഷണറി ഒന്നും എടുക്കാറില്ല. എത്ര വീട്ടിൽ ഡിക്ഷണറി ഉണ്ട് ഇപ്പം? വിരൽ തുമ്പിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ അടിച്ചു നോക്കുമ്പം നിങ്ങൾ ഈ ഗൂഗിൾ മീനിങ്ങും, അല്ലെങ്കിൽ ഇപ്പം ഗൂഗിളിനേക്കാളും ഫ്രണ്ടിൽ ചാടിക്കയറി വരുന്നത് എന്തുവാ? ഏയ് പറയും. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ ഈ ദിവസങ്ങളിൽ ചില കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തു, ഇതെന്താണ്, ശരിയാണോ എന്ന്. ടോട്ടലി സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. അത് നിങ്ങളൊരു വാക്യം എടുത്ത് അടിച്ചു നോക്കിയേ, അതിന് അങ്ങ് വ്യാഖ്യാനം പറയുന്നത്. ആ വ്യാഖ്യാനം കേട്ടാൽ നിങ്ങൾ പറഞ്ഞതിനേക്കാളും നല്ല വ്യാഖ്യാനമാണ്. പക്ഷെ ഓർത്തോണം, ഇത് ലോകത്തിൻ്റെ ആത്മാവാണെന്ന് ഓർത്തോണം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ, വളരെ സൂക്ഷിക്കണം. ഈ ദിവസങ്ങളിൽ ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എത്ര പേര് ഇന്ന് ഈ ഉച്ച സമയത്ത് നിങ്ങളൊന്ന് സമർപ്പിച്ചിട്ട് പറയും, കർത്താവേ, ലെറ്റ് മീ ഹിയർ വാട്ട് ദ സ്പിരിറ്റ് വാണ്ടഡ് മീ ടു ഹിയർ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നത് എനിക്ക് കേൾക്കണോപ്പാ എന്ന് എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കരുത്, ഞാനൊരു അത്രയും പറഞ്ഞ ആത്മീയനൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒരു ആത്മീയ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഞാൻ നിങ്ങളീ പറഞ്ഞ പോലെ ആത്മാവിനെ പ്രാപിച്ചൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനത്തെ ഒരു എന്നൊക്കെ ചിന്തിച്ച് നിങ്ങളൊരു രണ്ടാം കിട പൗരനായിട്ടിരിക്കാനാണ് നിങ്ങളുടെ ചിന്ത. ഇല്ല, ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു വേറെ കൃത്യമില്ല. ഇനി ദൈവരാജ്യം, ഈ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവരാജ്യം പഠിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയത്, ദ ഫസ്റ്റ് വിൽ ബി ദ ലാസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് മേ ബി ദി ഫസ്റ്റ്. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ തന്നെ ഒന്ന് നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ് വ്യത്യാസമാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു 3ാം തലമുറ പാരമ്പര്യമുള്ള ബന്ധിക്കോസാർ ഇതിനകത്തുണ്ട്, നല്ല കറ തീർന്ന IPCക്കാർ ഇതിനകത്തുണ്ട്, നല്ല TPM പാരമ്പര്യം നിന്ന് വരുന്നവർ ഇവിടെ ഉണ്ട്, അല്ലേ? അതേ സമയത്ത് അങ്ങനത്തെ പാരമ്പര്യം ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ നല്ല മർത്തോമ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നവരാന്ന് പറഞ്ഞവരിവിടെ ഉണ്ട്. അല്ല, ഞങ്ങൾ നല്ല ഓർത്തഡോക്സ്. ഓക്കെ, നല്ല കാര്യം. വേറെ ചിലർ പറയും ഞങ്ങളൊന്നുമില്ലേലും ഞങ്ങൾ നല്ല CSIക്കാരായിരുന്നു. ഓക്കെ, സന്തോഷം. വേറെ ചിലർ പറയും അയ്യോ പക്ഷേ ഇതൊന്നുമല്ല, ഞങ്ങൾ ഒരു അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത്, മുസ്ലിം പശ്ചാത്തലത്തിൽ വന്നവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം പശ്ചാത്തലങ്ങളൊന്നുമല്ല ഇവിടെ വിഷയം.
നമ്മൾ ഈ പാരമ്പര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നാലുണ്ടല്ലോ, ഈ പാരമ്പര്യം നമ്മളെ എങ്ങും കൊണ്ടുപോകത്തില്ല. പകരം നമ്മൾ ഈ പാരമ്പര്യം പറഞ്ഞ് മുന്നിൽ ഇടിച്ചിടിച്ചാണ് നിൽക്കുന്നത്. അതിന് മറ്റുള്ളവരെല്ലാം നമ്മൾ താഴ്ത്തി കാണുകയോ തള്ളി പുറകോട്ടാക്കുകയോ ചെയ്യും. പക്ഷേ അങ്ങ് ദൈവരാജ്യത്തിൽ ചെല്ലുമ്പം നമ്മൾ ഈ മുന്നിൽ നിന്ന് മുമ്പനെവിടാവും, പിൻപനാവും. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാരണവശാലും ആ പാർട്ടിയെ നമ്മൾ അടുപ്പിക്കത്തുപോലുമില്ല. പക്ഷേ ആളിവിടെ കാണും. നിങ്ങൾ ഈ ചർച്ചയിൽ വരുമ്പോൾ ശ്രദ്ധിക്കാത്ത, നിങ്ങളൊരു പക്ഷേ മൈൻഡ് ചെയ്യാത്ത ഒരാൾ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പം അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട നിങ്ങളുടെ രംഗം ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആ കൂടിയ സഹോദരി കണ്ടത് അവിടെ നിങ്ങളുടെ പ്ലേറ്റ് അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ സ്വർഗത്തിൽ ചെന്നപ്പം അവിടെ വലിയ സ്ഥാനത്ത് ആൾ നിൽക്കുന്നു. അതേസമയത്ത് നിങ്ങളിവിടെ ചർച്ചിൽ എന്തായിരുന്നു, വലിയ സംഭവമായിരുന്നു. നിങ്ങൾ പ്ലേറ്റൊന്നും അല്ല കഴുകാൻ നിന്നത്, നിങ്ങൾ മൈക്കൊക്കെ പിടിച്ചാൽ നിന്ന്. ഈ മൈക്ക് പിടിച്ച് നിന്നാൾ എവിടെ നിൽക്കുന്നു, അവിടെ പ്ലേറ്റ് കഴുകാൻ നിൽക്കുന്നു. ഇവിടെ പ്ലേറ്റ് കഴുകാൻ എവിടെ നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലല്ലേ? അതുകൊണ്ട് ഇവിടെ തരം കിട്ടുമ്പോഴൊക്കെ പോയി പ്ലേറ്റൊക്കെ ഒന്ന് കഴിവെന്നൊക്കെ ഉള്ള കൂട്ടത്തിൽ അതും കൂടെ അങ്ങ് പറഞ്ഞേക്കാം അല്ലേ. അതുകൊണ്ട് ഇവിടെ മുൻപനാണെന്ന് പറഞ്ഞിട്ട് അവിടെ മുൻപനാവണമെന്ന് ഇല്ല. പകരം ഇവിടെ ഒരു പക്ഷേ പിൻപന നമ്മൾ പറയും. പക്ഷെ അവരായിരിക്കും അവിടെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ. എന്തോ ആ വാക്ക് വീണ്ടും പറയണമെന്ന് തോന്നുന്നു. നിങ്ങൾ ചിലർ ചിന്തിക്കുന്നു, ഞാൻ ആരുമല്ല, എനിക്ക് പറയുന്ന ഒന്നും എനിക്കില്ല, എൻ്റെ കുടുംബത്തിന് ഒരു മഹത്വവും പാരമ്പര്യവും ഇല്ല, ഞാൻ ഈ ആത്മീയത എനിക്ക് അങ്ങനൊന്നുമില്ല, ഞാനിവിടെ വരുന്നതേ ഉള്ളൂ പാസ്റ്ററെ. പക്ഷേ ഞാൻ പറയട്ടെ, ഒരു പക്ഷേ വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുന്നതായിരിക്കും. പക്ഷെ നിങ്ങളായിരിക്കും ദൈവം കണ്ടിരിക്കും. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. അതുപോലുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കുമോ? ഒരു പക്ഷേ ഇന്ന് ആദ്യമായിട്ട് വന്നയാൾ ചിന്തിക്കും, അയ്യോ എനിക്കൊന്നും ഇതൊന്നും മനസ്സിലാകും. ചിലപ്പോൾ നിങ്ങളായിരിക്കും നാളെ മുന്നേ നിൽക്കാൻ പോകുന്നത്. കാര്യം നിങ്ങളെ അത്രയ്ക്ക് ദൈവം സ്നേഹിക്കുന്നു. ഗാഡ് ലവ്സ് യു സോ മച്ച്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു എഴുന്നേറ്റവും ഇല്ല, ഒരു മുന്നേറ്റവും ഇല്ല. എൻ്റെ ജീവിതത്തിൽ തകർച്ചയിന്മേൽ തകർച്ച, പരാജയത്തിന്മേൽ പരാജയം എന്ന് പറഞ്ഞ് ആരെങ്കിലും നിരാശയോടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ആ പരാജയത്തിൽ അങ്ങനെ ഇരിക്കാനല്ല ദൈവം കണ്ടിരിക്കുന്നത്. നിങ്ങൾ മുന്നിൽ വരും. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങളൊരു പക്ഷേ നശിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർ നശിച്ചു പോയില്ല. അവരിപ്പം ദൈവരാജ്യത്തിൽ മുമ്പന്മാരായിരിക്കും. അവർ മുന്നിൽ നിൽക്കും. കണ്ണടച്ചാട്ട്, എല്ലാവരും കണ്ണടച്ചാട്ട്. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ ഈ കണ്ണുകൊണ്ട് കാര്യങ്ങളെ കണ്ട് ഞാൻ കർത്താവെ ഗ്രഹിച്ച് എടുക്കുന്ന വ്യക്തിയായിട്ടല്ല, ഞാൻ ആത്മാവിൽ കാര്യങ്ങളെ കാണത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എന്നെ നിറച്ച് കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങളാക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിനാൽ നിറയാത്തവർ ദയവായി നിങ്ങൾ ഈ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ വിചാരങ്ങൾ എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ വിചാരങ്ങളിൽ കുടുങ്ങി നിങ്ങളും കിടക്കും. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ, ലോർഡ് ഫിൽ മീ വിത്ത് യുവർ ഹോളി സ്പിരിറ്റ് സോ ദാറ്റ് ഐ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് യുവർ തിങ്സ് ആർ ലോർഡ്. വാട്ട് ആർ ദ തിങ്സ് റിലേറ്റഡ് ടു യു? ഹൗ ഡു യു സീ തിങ്സ്? അങ്ങ് കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് കാണത്തക്കവണ്ണം കർത്താവേ, എനിക്ക് അതിനുള്ള ജ്ഞാനം വേണമെങ്കിൽ ബുദ്ധി കൊണ്ടത് പറ്റത്തില്ല. ലോകത്തിൻ്റെ ജ്ഞാനം അതിന് കഴിയത്തില്ല. എനിക്ക് കഴിയാവുന്ന ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വന്നാൽ ആ ദൈവാത്മാവ് എനിക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി തരും. അങ്ങനെയെങ്കിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, കർത്താവെ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. എത്ര പേരും ഇന്ന് പ്രാർത്ഥിക്കും, ലോർഡ് ഫിൽ മീ വിത്ത് യുവർ സ്പിരിറ്റ് ലോർഡ്. എൻ്റെ അമ്മയ്ക്ക് ഈ ആത്മാവുണ്ടായിരുന്നു, എൻ്റെ വല്യമ്മയ്ക്ക് ഈ ആത്മാവുണ്ടായിരുന്നു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നിങ്ങൾക്ക് ഈ ആത്മാവുണ്ടോ ഇല്ലയോ? എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. വായി തുറന്നാട്ട്. എല്ലാവരും നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ അങ്ങ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിവിടെ കാത്തിരിപ്പീൻ, ഞാൻ പോയി പിതാവിനോട് ചോദിച്ചു വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരാം. അങ്ങനെ പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് നാളിൽ അന്ന് ആ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചു. ആ പരിശുദ്ധാത്മാവ് വന്ന് അതിനായി കാത്തിരുന്ന 120 മേൽ ഇറങ്ങി അവരെ നിറച്ചു, അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ! അതാണ് ക്രിസ്തീയ സഭയുടെ ഉദ്ഘാടനം.
നടന്ന ദിവസം, പെന്തക്കോസ്ത് ദിവസം. അങ്ങനെയെങ്കിൽ ആ പെന്തക്കോസ്ത് ദിവസത്തെ, ആ ഉദ്ഘാടന ദിവസത്തെ അതേ അനുഭവം ഇന്നും അതുപോലെ സഭയിലുണ്ട്. സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുത്തിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇന്നും ഭൂമിയിലുണ്ട്, ഇന്നും സഭയിലുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ താല്പര്യത്തോടെ നമ്മൾ കാണുന്നു. യേശുവേ, എനിക്ക് ആത്മാവിനെ എനിക്ക് വേണം, ഈ ആത്മാവിനെ എനിക്ക് എൻ്റെ ഉള്ളിലാക്കി തരണമേ, ഈ ആത്മാവിനാൽ ആത്മസ്നാനം എനിക്ക് വേണം, ഈ ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് വേണം, ഈ ആത്മാവിൻ്റെ നിറം എനിക്ക് വേണം എന്ന് പറഞ്ഞ് എത്ര പേര് ഇന്ന് ഉച്ച സമയത്ത് പ്രാർത്ഥിക്കുന്നുവോ? പ്രാർത്ഥിക്കുന്നവരുടെ മേലൊരു മഴ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവാഹം. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ ആത്മാവിനാൽ നിറച്ച്, ആത്മാവിനാൽ നിറച്ച്, ആത്മാവിനാൽ നിറച്ച്, ആദ്യന്ത ശക്തിയാൽ എന്നെ നിറച്ച്, അന്ത്യകാലത്തിന്റെ അഭിഷേകം കർത്താവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.